ഹായ് എവറി വൺ, വെൽക്കം ടു ഡേ 14 ഓഫ് അവർ 21 ഡേയ്സ് ചാലഞ്ച്. ഇന്ന് നമ്മൾ സെക്കൻഡ് വീക്ക് കംപ്ലീറ്റ് ആക്കുകയാണ്. ഈ ഒരു 40 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ വെറും ചിന്തകളായി മാറ്റിവെക്കാതെ അവ നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ പഠിക്കുക എന്നതാണത്. ഓക്കെ, നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. സത്യവും സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ അതിന് കഴിയില്ല. നിങ്ങളൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുകയും അത് നടന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത് നേടിയെടുക്കാനുള്ള വഴികൾ നിങ്ങളുടെ മനസ്സ് തനിയെ കണ്ടെത്തും. ഇതിനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക പേരും ഈ വിഷ്വലൈസേഷൻ എന്ന ടൂളിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ലോകത്ത് നിർമ്മിക്കപ്പെട്ട എല്ലാ വലിയ കാര്യങ്ങളും ആദ്യമുണ്ടായത് ഒരാളുടെ മനസ്സിലാണ്. ഒരു വലിയ കെട്ടിടം പണിയുന്നതിന് മുമ്പ് അതിൻ്റെ പ്ലാന് പേപ്പറിലുണ്ടാകും. അതിനു മുമ്പ് അത് ആർക്കിടെക്റ്റിൻ്റെ മനസ്സിലുണ്ടാകും അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കരിയർ, ഒരു മനോഹരമായ വീട്, അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, അത് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് കൃത്യമായി കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ആകണമെന്ന് പറയുന്നതും ഞാൻ ഇന്നത് ആയി കഴിഞ്ഞു എന്ന് കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ നമ്മളുടെ ടിപ്പ് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്, ദ മൂവി ടെക്നിക്. ദിവസവും 5 മിനിറ്റ് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ലക്ഷ്യം നേടിയ ആ ഒരു മൊമെന്റ് ഒരു മൂവി പോലെ നിങ്ങൾ കാണുക. നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലിരിക്കുന്നത്, നിങ്ങളുടെ പുതിയ വീടിൻ്റെ താക്കോല് വാങ്ങുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിൽ വിജയിച്ച ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ആ ഒരു പ്രൗഡ് മൊമെൻറ്റ്, അതൊക്കെ നിങ്ങൾ കണ്ണടച്ചിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ആ ഒരു ഇമോഷനാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ സത്യത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ ടാസ്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു രൂപം നൽകുക എന്നതാണ്. നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു ചാർട്ട് പേപ്പറിലോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഫോട്ടോ ഒട്ടിക്കുക അല്ലെങ്കിൽ വരയ്ക്കുക. ബെറ്റർ നിങ്ങൾ ഫോട്ടോ എടുത്ത് ഒട്ടിക്കുന്നതായിരിക്കും കേട്ടോ. സെക്കൻഡ് വൺ, ആ ലക്ഷ്യം നേടിയാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കുമെന്ന് ഒരു 3 സെൻറ്റൻസിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, ആൻഡ് ഇത് എന്നും കാണാൻ കഴിയുന്ന ഒരിടത്ത് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ചാർട്ട് പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റഡി സ്പേസിലൊക്കെ വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേ 14 ഡൺ എന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.